സോ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം ചാനലായ ട്രാവൽ ഫുഡ് ആൻഡ് മോർ ബൈ വിഷ്ണുകുമാർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുന്തിരി വൈൻ. അപ്പോൾ ക്രിസ്മസ് ആകുമല്ലോ, അപ്പോൾ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുക. എന്തായാലും ഞാനിത് 3 ഘട്ടമായിട്ട് കാണിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസം സമയം എടുക്കുള്ളൂ. നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞാൽ 21 ദിവസം വരെ ഇത് നമ്മൾ തൊടാതെ വെക്കണം. ഇന്നലെ മുന്തിരി വൈൻ ആകത്തുള്ളല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 3 സ്റ്റേജായിട്ട് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിന് അധികം ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നില്ല. സിമ്പിൾ വേയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. കറുത്ത മുന്തിരി 2 കിലോ എടുത്തു. ഇത് നമ്മുടെ കതിരിപ്പൂവാ. നമ്മുടെ അങ്ങാടി കടയിൽ ഇത് കിട്ടും. ഇത് ഗോതമ്പ്, നമുക്കൊരു 100 ഗ്രാം ഗോതമ്പ് മതി. ഇത് ഇച്ചിരി ഏറെ ഉണ്ട്. ഇത് നമ്മൾ പിന്നെ 2 കിലോ മുന്തിരിക്ക് നമുക്ക് 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് 1 കിലോ കണക്കാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ ഫ്ലേവറിന് വേണ്ടി കുറച്ച് പട്ടയും ഇലാച്ചിയും ലവംഗും ഈ 3 കൂടെ വെച്ചേക്കുക. പിന്നെ നമ്മൾ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. 10 ഗ്രാം ഈസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭരണി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഉണക്കി വെച്ചേക്കുക. നമുക്കിനിയും ഇതിലോട്ട് ചേരുവകൾ ഇടാം. നമ്മൾ വെള്ളം ചൂടാക്കി അത് തിളപ്പിച്ചിട്ട് അത് വെള്ളം ആറിച്ച ശേഷം ഇതിനകത്ത് ഒഴിക്കാൻ പോവുക. നമുക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള ചേർക്കാം, പക്ഷെ ഞാനത് ചേർക്കുന്നില്ല. ചേർക്കുവാണെങ്കിൽ ശരിക്കും അത് എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വേണം മുട്ടയുടെ വെള്ള ഇതിൽ ചേർക്കാൻ. പക്ഷെ നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇത് കെട്ടി വെക്കാം. 21 ദിവസത്തേക്ക് ഇത് നമ്മളിത് തൊടാൻ പോകുന്നില്ല. നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മുന്തിരിച്ചാറെല്ലാം 21 ദിവസമായി ജാറിയിരിക്കുന്നു. ഇത് നമ്മളിത് മാറ്റിയിട്ട് ഇത് കുപ്പിലാക്കിയിട്ട് പിന്നെ നമുക്കൊരു 1 മാസം മണ്ണി വെക്കണം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നമുക്ക് ആ കുപ്പിലോട്ട് മാറ്റുന്നത് നമുക്കൊന്ന് കാണാം. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കളറാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. മണം നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുപ്പിലാക്കി വെച്ച് നോക്കാം. കുപ്പിലാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതായത് ഓക്കെ. നമുക്കിപ്പോൾ ഇത് ആറ്റിയെടുക്കാം. നമ്മൾ മുന്തിരിച്ചാറ് ആറ്റിയെടുത്തിട്ട് കുപ്പിലാക്കി വെക്കാം. സോ നമ്മുടെ മുന്തിരിയുടെ ജ്യൂസെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇത് ബാക്കി കുരു വയ്ക്കുക, കുരും തൊലിയുക. നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കുപ്പി മാറ്റിയിട്ട് പിന്നെ ഞാനിത് 1 മാസത്തേക്ക് മണ്ണി വെക്കാൻ പോവാം. നമ്മളിനി വൈൻ കുപ്പിലോട്ടാക്കാം. കഴുകി നല്ല ഉണക്കിയിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മൾ മറ്റേ ഈ ഒഴിക്കുന്ന മണ്ണിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് എൻ്റെ അടുത്ത് ഇല്ല. അതിന് ചെറിയ ഐഡിയ ചെയ്തു. ഒരു പേപ്പർ പ്ലേറ്റ് എടുത്ത് ഹോൾ ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് പൂ കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒഴിച്ച് നോക്കാം. സോ
നമ്മളിപ്പോൾ മണലെടുക്കുക കുപ്പി വെക്കാൻ വേണ്ടി. ഇവിടെ എനിക്ക് കുഴിച്ചിടാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഗായ്സ് നമ്മൾ നിറച്ച് വെച്ചു. ഞാനിത് അകത്ത് വെച്ചിട്ട് ഡാർക്ക് റൂം എടുത്ത് അകത്ത് വെക്കാൻ പോവാം. വെട്ടടിക്കാത്ത ഇടയിൽ വെക്കാൻ പോവാം. നമുക്കിനിയും ഒരു 1.5 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് വരുന്നുണ്ട്. അതിന് മുമ്പ് ഞാനിത് എടുക്കും. നമുക്ക് എന്തായാലും 1 മന്ത് ടൈമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു മാസം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം. എന്തായാലും ക്രിസ്മസിന് വേണ്ടി ഇത് എടുക്കാനുള്ള പ്ലാന്. അപ്പം നമുക്കിനി 1 മാസം കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. 1 മാസമായി കാശ് നമ്മുടെ വൈൻ മണ്ണി വെച്ചിട്ട്. നമ്മളിന്ന് എടുക്കാൻ പോവാം. കുപ്പി എടുത്ത് കുറച്ച് മണ്ണ് പുറത്തുനിന്ന് കുപ്പിയിൽ കഴുകി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വൈൻ എങ്ങനെ ഉണ്ടെന്ന്, എൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. ക്രിസ്മസ് ഒക്കെ അടുത്തല്ലോ, അതിന് മുമ്പേ എടുത്തതാണ്. നോക്കാം നമ്മുടെ വൈൻ എടുത്തിട്ടുണ്ട്. കളറൊക്കെ നല്ല അടിപൊളി, നല്ല മണമുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്, കൊള്ളാം. ടേസ്റ്റാണ് കൊള്ളാം, നല്ല വീഡിയോ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ആദ്യം കുടിക്കുമ്പോൾ നമ്മൾ കുപ്പി നിറയ്ക്കുന്ന അന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഇതിന് മധുരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മധുരമൊക്കെ പോയിട്ടുണ്ട്, നല്ലൊരു പരുവായിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. കുറച്ച് ദിവസങ്ങളെടുക്കുന്ന പരിപാടിയാണെങ്കിലും പക്ഷേ ഫൈനലി നമ്മൾ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു അനുഭവം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടൈം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ബട്ടൺ അമക്കാൻ മറക്കല്ലേ. നമ്മുടെ ചാനലിലെ വക എല്ലാവർക്കും ഒരു മെരി ക്രിസ്മസ്, പിന്നെ ഹാപ്പി ന്യൂ ഇയർ. വീണ്ടും പെട്ടെന്ന് വരാം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ വേറെ എല്ലാവർക്കും ബായ്. സൈനിങ് ഓഫ് വിഷ്ണുകുമാർ. ജയ് ഹിന്ദ്.